ഹലോ. ഹാപ്പിനെസ് ആൻഡ് ഹെൽത്തി ബോഡി ആർ ക്ലോസ്ലി ലിങ്ക്ഡ്. നമ്മുടെ ആരോഗ്യം ടേക്ക് കെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ സന്തോഷകരമായ ഒരു ജീവിതത്തിനുള്ള അടിത്തറയിടാൻ സാധിക്കും. ഓൺ ദിസ് നോട്ട് ഞാൻ ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഒരു ചുക്ക് കാപ്പിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, എന്തെങ്കിലും വെതർ ചേഞ്ചോ അലർജിയോ ഡസ്റ്റ് അലർജിയോ എന്തെങ്കിലും ഒരു ചെറിയ ഡിഫറൻസ് വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് പിടിപെടാൻ പറ്റുന്ന ഒന്നാണ് ഈ ചുമ, തൊണ്ടവേദന, ചെസ്റ്റ് കൺജഷൻ, ത്രോട്ട് ഇൻഫെക്ഷൻ, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു മെഡിക്കൽ റീപ്ലേസ്മെൻ്റ് അല്ല, എന്നിരുന്നാലും ഒരു റിലീഫ് കിട്ടുന്ന ഒന്നാണ് ഈ ചുക്ക് കാപ്പി. ഇവിടെ എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ സിംറ്റം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇത് ഉണ്ടാക്കും. അത് കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ചുക്ക് കാപ്പി ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ ഒരു സോസ് പാനിൽ 2 കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളയ്ക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജാഗരി അഥവാ ശർക്കര ഇടണം. ശർക്കര നന്നായി മെൽറ്റ് ആവണം. ശർക്കര നന്നായി മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇപ്പോൾ ശർക്കര നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പൗഡർ, 1 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ, 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്, ഇവ ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ കൂടെ ചേർക്കണം. 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഏകദേശം ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളയ്ക്കണം. ഇത് നന്നായി തിളച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 10-15 തുളസി ലീവ്സ് ഇട്ട് കൊടുക്കണം. തുളസി ലീവ്സ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ ഇതേ മീഡിയം ഫ്ലെയിമിൽ തിളയ്ക്കാൻ വെക്കണം. തുളസി ഇല ഇട്ടിട്ട് 2 മിനിറ്റായി. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക. സ്റ്റൗ ഓഫ് ചെയ്ത് ഏകദേശം ഒരു 5 മിനിറ്റോളം അങ്ങനെ വെക്കണം. എല്ലാം ഒന്ന് സെറ്റിലാവാൻ വേണ്ടിയാണ് അങ്ങനെ വെക്കുന്നത്. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഏകദേശം 5 മിനിറ്റായി. ഇനി ഇതിനെ അരിച്ചൊഴിച്ച് ഒരു കപ്പിലോ ഗ്ലാസ്സിലോ അരിച്ചൊഴിച്ച് കുടിക്കാം. ചുക്ക് കാപ്പി റെഡിയായി. ഇതിലെ മിക്ക സാധനങ്ങളും നമ്മുടെ വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളവയാണ്. ഈ ചുക്ക് കാപ്പിയും നമ്മുടെ ലൈഫുമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ടെക്നോളജിയൊക്കെ ഇത്രത്തോളം അഡ്വാൻസ് ആയി നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ വളരെയധികം ചേഞ്ചസ് ഒക്കെ വന്നു എങ്കിൽ പോലും നമുക്കിപ്പോഴും നമ്മുടെ റൂട്ട്സും ട്രഡീഷൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നല്ലോ. അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് തോന്നിയത്. That's all for today. See you later. Bye bye.